മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ആശംസകളും പ്രാർത്ഥനകളും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈസ്റ്റർ ദിവസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ധാരാളമായി ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ആശംസകളും പ്രാർത്ഥനകളും പങ്കുവച്ചപ്പോൾ ഇസ്രായേൽ നാട്ടിൽ നിന്ന് ജോലി ചെയ്തവരെ വിളിച്ചത് പെസഹായുടെ ആശംസകൾ എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ധാരാളം ആളുകൾ ഇസ്രായേൽ നാട്ടിൽ പല ജോലിക്കും പോകുന്നുണ്ട്. പല വീടുകളിലും ഒക്കെ ജോലിക്കൊക്കെ ആയി പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർ വിളിച്ചപ്പോൾ വ്യക്തമായി അവർ പറയാണ്, ആ ദിവസങ്ങളിൽ ആ പെസഹയുടെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളൊക്കെ അവിടെ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ്. കാരണം അവിടെ പെസഹയുടെ ആചരണമാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയായ പെസഹ അവർ ഏറ്റവും ഭംഗിയായി ആചരിക്കുകയാണ്. അതേ അനുഷ്ഠാനങ്ങളോട് വീടൊക്കെ അടിച്ചു വാരി വീണ്ടും പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് ഒന്ന് ചേർന്ന് അപ്പം ചുട്ട് പെസഹ ഏറ്റവും വലിയ ആഘോഷമാണ്. പെസഹായുടെ ആഘോഷത്തോടെ അവിടെ ആ ദൈവിക പദ്ധതി അവിടെ അവസാനിക്കുക. ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രത്യേകത പെസഹ കഴിഞ്ഞു വരുന്ന വെള്ളിയും ശനിയുമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. പെസഹ ഒന്നാം ദിവസം മാത്രം. അതിനുശേഷം വരുന്ന യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പുമാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി ആഘോഷിക്കുന്നത്. പക്ഷേ യഹൂദർ പെസഹായുടെ ആ ദിവസം കൊണ്ട് ആഘോഷം തീർന്നു. കാരണം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പെസഹായാണ്. യേശുവും പെസഹ ആഘോഷിച്ചു എന്ന് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യേശു മരിച്ചെന്നും യേശു ഉയർത്തെന്നുമുള്ള ക്രിസ്തു സംഭവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന വചനങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഞാൻ വായിച്ചു നോക്കി. പ്രത്യേകിച്ച് മത്തായി സുവിശേഷകനാണ് ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്ത വാർത്ത ഏറ്റവും ഭംഗിയെക്കുറിച്ച് വെച്ചേക്കുന്നത്. അവിടെ മത്തായി സുവിശേഷം പറഞ്ഞു വെച്ചു, ഈശോയെ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട ഈശോയെ അന്ന് തന്നെ അവർ കുരിശിൽ നിന്ന് ഇറക്കി. തൊട്ടടുത്തായിരുന്നുകൊണ്ട് ഒരു കല്ലറയുണ്ടായിരുന്നു.
പുതിയൊരു കല്ലറയായിരുന്നു. ആ കല്ലറയിൽ കൊണ്ട് അരിമത്യാക്കാരൻ ജോസഫും കൂട്ടുകാരും കൊണ്ട് അടക്കിയെന്ന് മാത്രമല്ല, ആ കല്ലറയ്ക്ക് പട്ടാളക്കാർ കാവലേർപ്പെടുത്തി. കാരണം യഹൂദ നേതാക്കന്മാർ അധികാരികളോട് ചെന്ന് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നു താൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും. അതുകൊണ്ട് അവൻ്റെ ശവശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആയുധത്തിനേക്കാൾ വലിയ, ഇപ്പോൾ ചെയ്ത തെറ്റിനേക്കാൾ വലിയ നാണക്കേടും അവഹേളനവുമായി മാറും. അതുകൊണ്ട് കാവലേർപ്പെടുത്താൻ പറഞ്ഞു. അധികാരികൾ പറഞ്ഞു, നിങ്ങൾ പറ്റുന്നത് പോലെ കാവലേർപ്പെടുത്തിക്കും. അവർ കാവലേർപ്പെടുത്തി. ആ കാവല് പട്ടാളക്കാർ നന്നായി മാറി മാറി കണ്ണിമിക്കാതെ രാത്രിയും പകലും കാവലേർപ്പെടുത്തി. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? ഞായറാഴ്ച പ്രഭാതത്തിൽ ഈ കാവൽക്കാരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ കാവൽക്കാർ ആകെ അങ്കലാപ്പിലായി. ഇവർ എന്തു ചെയ്യും? ഇവർ ഓടിച്ചെന്ന് നേതാക്കന്മാർ അറിയിച്ചു, ഇതാ യേശു ഉയർത്തെഴുന്നേറ്റത് ശിഷ്യന്മാർ പറയുന്നു, അവൻ്റെ ശരീരം അവിടെയില്ല. അപ്പോഴാണ് അവരൊരു പുതിയ കഥയുണ്ടാക്കി. നമ്മളെ ബൈബിൾ ഭാഗം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ വരങ്ങളാണ്. ശിഷ്യന്മാർ പോയപ്പോൾ കാവൽക്കാർ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം നൽകിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാൻ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇതിന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. അതായത് യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയി. യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉയർപ്പിക്കുന്നു പറയുന്നതൊക്കെ വെറുതെ കഥ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് ആ നേതാക്കന്മാരും അധികാരികളും പ്രമാണികളും കൂടെ ഒരു കഥയുണ്ടാക്കുക, ഒരു നുണക്കഥ ഉണ്ടാക്കാം. ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചു, വേണ്ടത്ര പണം നൽകിക്കൊണ്ട് അവർ പടയാളികൾ പറഞ്ഞു, നിങ്ങൾ സത്യം പറയരുത്, നിങ്ങൾ ഈ നുണയെ പറയാവൂ, നിങ്ങൾ കള്ളത്തിനെ പറയാവൂ, നിങ്ങൾക്കൊരു തട്ടുകേടും വരാതെ ഒരു ഉപദ്രവം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതായത് ഒരു നുണക്കഥ ഇന്നും കുറേ സമൂഹം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള ആ ദൈവികമായ വിശ്വാസത്തെ തള്ളിക്കളയുന്ന ഒരു നുണക്കഥയാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കാരണം, നമ്മൾ കേൾക്കുന്ന ചില കഥകളും ചില യാഥാർത്ഥ്യങ്ങളും അത് ചിലപ്പോൾ നുണക്കഥകളാകാം. ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന നുണക്കഥകളാകാം. നുണ പറയുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഒരു കൊച്ചൊരു നുണ പറഞ്ഞു, ചോദിച്ചപ്പം വന്നില്ല, പോയില്ല, എടുത്തില്ല, നുണ പറഞ്ഞു. ഇത് മനസ്സിലാക്കാം. പക്ഷെ മനഃപൂർവ്വം കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കണം. ജനത്തിൻ്റെ ചിന്താധാരയെയും ആശയധാരയും ഒക്കെ മാറ്റിമറിക്കാൻ ചില നുണക്കഥകൾക്ക് പറ്റും. മാത്രമല്ല, അത് ചില ആളുകളുടെ പ്രത്യേക താല്പര്യം കൊണ്ടുണ്ടാകുന്ന കഥയായിരിക്കാം, അല്ലെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടാകുന്ന കഥയായിരിക്കാം. ഈ പടയാളികൾ കഥ പറയാൻ കാരണം എന്താ? ഇവർക്ക് പണം കൊടുത്തു. മാത്രമല്ല, ഇവരെ നിയമിച്ച അധികാരികൾ പറഞ്ഞു അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ നിൽക്കുന്ന ഉന്നതരായ ആളുകൾ പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞേ പറ്റൂ, ഇല്ല നിങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. അതായത് അധികാരം, പണം, സ്വാധീനം, ഇതുകൊണ്ട് പുതിയ പുതിയ തത്വശാസ്ത്രം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പാഠം, ഇന്ന് നമ്മുടെയൊക്കെ സംവിധാനങ്ങളിലും ഇതേ കഥകൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ വാക്കുകളാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വരത്തെയാണ് വിശ്വസിക്കേണ്ടത്, മനുഷ്യർ പറയുന്നതല്ല. എനിക്ക് വളരെ ആദരണീയനായ ഒരു ജഡ്ജി ഈടെ പറഞ്ഞു വെച്ചു, അച്ഛാ, ജഡ്ജിമാരും മനുഷ്യരാണ്. അവർക്ക് അവർ പഠിച്ച അറിവ് വെച്ചും അവരുടെ സൈക്കോളജിക്കൽ പശ്ചാത്തലം വെച്ചും പക്വത വെച്ചുമാണ് ഓരോ കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ ജഡ്ജ്മെൻ്റ് എന്ന് പറയും, ഡിസിഷൻ എന്നല്ല ഞങ്ങൾ പറയുന്നത്. ജഡ്ജ്മെൻറ്റും മാറാം. ഒന്നിനെക്കുറിച്ചുള്ള ഒരാളുടെ ജഡ്ജ്മെൻ്റ് അല്ല
വേറൊരാൾക്ക് വേറൊന്നിനെ കുറിച്ച് ജഡ്ജ്മെന്റ്. ഒരു പൂച്ചയെ കാണുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന അഭിപ്രായമല്ല വേറൊരാൾക്ക് തോന്നുന്ന അഭിപ്രായം. ഒരു പൂച്ചയെ കണ്ട ചില ആൾക്കാർ കോമലിക്കാൻ തോന്നും, ചില ആൾക്ക് കണ്ട അലർജി തോന്നുന്ന ആൾക്കാരുണ്ട്, ഓടിക്കാൻ തോന്നും. ഇപ്പോൾ പുകവലിക്കുന്ന ആൾക്കാർക്ക് പുകവലി ഇഷ്ടമായി തോന്നും, പുകവലിക്കാത്തതിന് ഭയങ്കര അലർജിയായി തീരും. അത് ഓരോരുത്തരുടെയും മാനസിക പക്വത വെച്ചും അവൻ്റെ ജീവിത ശൈലികൾ വെച്ചുമാണ് ഓരോന്നിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റുകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ജഡ്ജി ഒരു കേസെടുക്കുന്ന വിധി അന്തിമവിധിയല്ല. അതുകൊണ്ട് തന്നെ ഒരു താഴത്തെ കോടതി, മുനിസിപ്പൽ കോടതി കഴിഞ്ഞ് അല്ലെങ്കിൽ ജില്ലാ കോടതി കഴിഞ്ഞ് ഹൈക്കോടതി കഴിഞ്ഞ് മുകളിൽ സുപ്രീം കോടതി വരെ മാറി മാറി വിധികൾ മാറാം. അതിനർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു സാമൂഹിക പ്രസ്ഥാനത്തിലുള്ള ചില നിയമങ്ങൾ, വിധികൾ അന്തിവിധിയല്ല. അതുകൊണ്ടാണ് വിവാഹമോചനം വരുമ്പോഴൊക്കെ സിവിൽ കോടതിയിൽ നിന്ന് വിവാഹമോചനം കിട്ടിയാലും നമ്മൾ പറയും വിശ്വാസത്തിനനുസരിച്ചുള്ള വിവാഹമോചനം കിട്ടിയാലേ വീണ്ടും കൂദാശകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. സിവിൽ കോടതി വിവാഹമോചനം കിട്ടിയാൽ നിങ്ങൾക്ക് വരെ കല്യാണം കഴിച്ച് പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ കൂദാശകൾ സ്വീകരിക്കണമെങ്കിൽ ദൈവികമായ അനുവാദം കൂടെ വേണം. ഇപ്പം നമുക്ക് സ്വന്തമായി രാജ്യത്തിൻ്റെയോ സമൂഹത്തെ നിയമങ്ങളൊക്കെ വെല്ലുവിളിച്ച് പോകാനും പറ്റില്ല. പക്ഷെ ഓർക്കണം, ഇത് രണ്ടും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം വന്നാൽ നമ്മൾ ദൈവ നിയമത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം പീഡനങ്ങളുടെയും മർദ്ദനങ്ങളെയും കടന്നുപോയപ്പോൾ അവർ ചോദിച്ചത്, ഞങ്ങൾ രാജാവിനെ അനുസരിക്കണമോ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കണമോ? ദൈവത്തെ അനുസരിക്കണമെന്ന ചിന്ത കൊണ്ടാണ് അവർ വിശ്വാസത്തിൽ നിലനിന്നത്. രാജാക്കന്മാർ മതം മാറാനും രാജാക്കന്മാർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാനും രാജാക്കന്മാർ മോശം കാര്യം ചെയ്യാനും പറഞ്ഞപ്പോൾ ഞങ്ങളത് ചെയ്യുകയില്ല എന്ന് ഉറച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് വിശ്വാസത്തിൻ്റെ രക്തസാക്ഷികൾ സമൂഹത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഓർക്കണം, നമ്മൾ ദൈവിക നിയമങ്ങളോടാണ് കൂറ് പുലർത്തുന്നത്. ദൈവിക നിയമങ്ങളോടാണ് നമുക്ക് 100% വിശ്വസ്ത പുലർത്തേണ്ടത്. എന്ന് വെച്ച് രാജ്യത്തിന് നിയമത്തെ അനുസരിക്കണമെന്നില്ല, അനുസരിക്കേണ്ടതൊക്കെ അനുസരിക്കണം. സമൂഹത്തിന് നിയമങ്ങൾ അനുസരിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അധികാരികളെയും രാജ്യ നിയമങ്ങളെ അനുസരിക്കുവിൻ. പക്ഷെ ഓർക്കണം, ഈ രാജാക്കന്മാരുടെ നിയമങ്ങൾ വിശ്വാസത്തിനെതിരായാലോ? ചിലപ്പോൾ രാജാക്കന്മാർ തന്നെ നിയമങ്ങൾ തെറ്റിച്ചാലോ? ഇവിടെ നമുക്കറിയാം, യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ എതിരായി കഥ പറഞ്ഞത് അധികാരികൾ തന്നെയാണ്. ആദ്യം പട്ടാളക്കാരെ കാവലേർപ്പെടുത്തിയെങ്കിൽ അത് പരാജയപ്പെടുത്തിയപ്പോൾ അവൻ നുണകളുടെ വേലികളെ കിട്ടാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാ കാവലിനെയും തോൽപ്പിച്ചുകൊണ്ട് സത്യം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യേശു ഉയർത്തതിൻ്റെ ആത്യന്തികമായ അർത്ഥത സത്യം എന്നും ഉയർത്തെഴുന്നേൽക്കും. നുണകളുടെയും ആരോപണങ്ങളുടെയും കാവലുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇതിനുപരിയായിട്ട് സത്യം ഉയർത്തെഴുന്നേറ്റ് വരും. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ശരിയായ യാഥാർത്ഥ്യമേത്, യഥാർത്ഥമായ സത്യമേത്, ഇത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ താൽക്കാലികമായ ഒരാശയത്തിൻ്റെ പുറകെയല്ല നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് വിശ്വാസ സമൂഹം ഈ കാലഘട്ടങ്ങളിൽ ഗൗരവമായി ഓർക്കണം. ഒരു ഗവൺമെൻറ്റോ ഏതെങ്കിലും ആശയ സംവിധാനങ്ങളോ പറഞ്ഞു പരത്തുന്ന തെറ്റായ രീതികൾക്ക് വേണ്ടി വിശ്വാസത്തെ അടിയറ വയ്ക്കരുത്. ഉത്തരേന്ത്യയിൽ ഒറീസയിലൊക്കെ കൺമഹാൽ സംസ്ഥാനത്ത് മതമർദ്ദനമുണ്ടായ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഓർക്കണം. അവരെയൊക്കെ ബലമായി പിടിച്ചു വെച്ച് ബൈബിൾ ചവിട്ടാൻ പറഞ്ഞപ്പോൾ ചവിട്ടുകേല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കാല് തല്ലി ഒടുക്കപ്പെട്ട മനുഷ്യരുണ്ട്. ഏതെങ്കിലും നേതാക്കന്മാർ വന്ന് നീ ബൈബിൾ ചവിട്ടി അതിനെ വെറുതെ വിടാം പറഞ്ഞു, ഇല്ല, നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും ചവിട്ടില്ല, കാരണം എൻ്റെ വിശ്വാസമാണത്. രൂപത്തെ തല്ലിപ്പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ, അധിക്ഷേപിക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യില്ല. ചിലപ്പോഴൊക്കെ സെക്സിൻ്റെ പരമായ നരകിക്കുന്ന തിന്മകൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു, കാരണം എൻ്റെ വിശ്വാസത്തിനെതിരാണത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം, വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം എന്ന് പറഞ്ഞ ഇടയന്മാരോട് വിശ്വാസത്തിൽ അവർ പറഞ്ഞു വെച്ചില്ലേ, രാജാവിനെ ഞങ്ങൾ അനുസരിക്കില്ലെന്നും. ഇതുപോലെ ഈ കാലഘട്ടത്തിലും നമ്മുടെ പല സമൂഹങ്ങളുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. നമ്മൾ നോക്കേണ്ടത് ആരാ? ദൈവത്തെ നോക്കണം, സ്വർഗത്തെ നോക്കണം. കല്ലുകൾ ചുറ്റും നിന്ന് എറിയുമ്പോൾ
എസ്തഫാനോസ് എന്താ പറഞ്ഞത്? സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമിടുന്നവരാണ്. നമ്മൾ ദൈവികമായ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്. ദൈവികമായ ചിന്തകൾക്ക് പുറകെ പോകുന്നവരാണ്. അപ്പോഴാണ് നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമായി ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സംശീലിച്ച് നിൽക്കേണ്ടത്. ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ പലരും കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായത്തിലേക്കും അധികാരികളുടെ അഭിപ്രായത്തിലേക്കും ഒരു പ്രത്യേക ലാഭത്തിന് വേണ്ടിയൊക്കെ അങ്ങ് മാറുക. നമ്മുടെ വിശ്വാസത്തെ നമ്മളെന്നും മുറുകെ പിടിക്കണം. വിശ്വാസത്തിന് കോട്ടം പറ്റുന്ന കാര്യങ്ങൾ നിൽക്കരുത്. അതായത് ദൈവിക നിയമങ്ങളെയാണ് ഒന്നാം സ്ഥാനത്തായി നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത്. നമ്മൾ രാജ്യത്തിന് നിയമത്തിനെതിരല്ല, ഭരണഘടനയ്ക്കെതിരല്ല, കാലാകാലങ്ങളിലായി നമ്മുടെ ഭാരത സംസ്കാരത്തിനെതിരല്ല, വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങൾക്കും എതിരല്ല. പക്ഷേ ഓരോരോ അധികാരികൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന തെറ്റായ ആശയങ്ങളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. അവർ ഈ കാവൽക്കാർ പറഞ്ഞ നുണ പോലെ, പണം കൊടുത്ത് പറഞ്ഞ നുണ പോലെ, അധികാരികളെ സ്വാധീനിച്ച് പറഞ്ഞ നുണ പോലെ ഉണ്ടാകും. അതായത് ചില തീരുമാനങ്ങളിൽ പണം സ്വാധീനിക്കുന്നുണ്ട്, ചില തീരുമാനങ്ങളിൽ അധികാരികൾ സ്വാധീനിക്കുന്നുണ്ട്, ചില തീരുമാനങ്ങളിൽ സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അത് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ശക്തമായ വിശ്വാസത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ട യാഥാർത്ഥ്യത. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ ധ്യാനത്തിലൊക്കെ വരുന്ന കുറേ നല്ല നേഴ്സുമാർ അവർ ചില ആശുപത്രി രാജിവെച്ച് പോകുന്നവരും, നല്ല ശമ്പളം കിട്ടുന്ന ആശുപത്രി അച്ഛാ, ഞാനവിടെ ജോലി ചെയ്തില്ല അച്ഛാ, ഞാനിങ്ങ് പോരും അച്ഛാ. ഞാൻ ചോദിച്ചു, മോളെ എന്താ പോരുന്നത്? അച്ഛാ, അവിടെ അവർ അബോർഷൻ ചെയ്യാൻ പറയുന്ന അച്ഛാ, അതിന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിൽക്കില്ല അച്ഛാ, ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ നിൽക്കില്ല അച്ഛാ. അവിടെ തിരിച്ചു പോന്നപ്പോൾ ഞാൻ ഓർക്കുക, ഒരു 40,000 50,000 രൂപയൊക്കെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ശമ്പളം കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് അവൾ ജോലി രാജിവെച്ച് വരുന്നത്. എന്നിട്ട് നാട്ടിൽ വന്ന് 10,000-15,000 രൂപയ്ക്ക് ചെറിയ ശമ്പളത്തിലുള്ള ആശുപത്രി ജോലിക്കാണ്. കാരണം അവൾ പറഞ്ഞു, എൻ്റെ വിശ്വാസപ്രകാരം ഒരു കുഞ്ഞിനെ കൊല ചെയ്യാൻ കൂട്ടിരിക്കാൻ പറ്റുക. രാജ്യത്തിന് നിയമമായിരിക്കാം, അധികാരികൾ നിർദ്ദേശമായിരിക്കാം, ആശുപത്രി അധികൃതർ പറഞ്ഞത്, പക്ഷേ ഞാനത് ചെയ്യില്ല. ഒരു നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു MBA വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടി അവൾ ജോലി രാജിവെച്ച് പോന്നു. കാരണം അവൾ പറയുന്ന, അച്ഛാ അവിടെ നിന്ന് ഞാൻ മോശമായി പോകും അച്ഛാ. ആ സ്ഥാപനത്തിൻ്റെ രീതി അതെയാ, അവിടുത്തെ ആളുടെ കൂടെ ഞാൻ സെക്സിന് പോകേണ്ടി വരും, ഇവിടെ ഹോട്ടലിൽ പോകേണ്ടി വരും. പക്ഷേ അത് അവിടെ അങ്ങനെയാണ്, എല്ലാവരും ഒക്കെ അങ്ങനെയാണ്, അഡ്ജസ്റ്റ് വരുവാണ്, എങ്കിലേ പ്രൊമോഷൻ കിട്ടുള്ളൂ. പക്ഷേ ഞാനതല്ല, ഞാൻ ദൈവത്തിൻ്റെ നിയമത്തെ പാലിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞു വെച്ച 10 കൽപ്പനകൾ ലംഘിക്കുന്ന ഒരു ജോലി എനിക്ക് വേണ്ട, ഒരു ജോലി എനിക്ക് വേണ്ട. ഇന്ന് കുടുംബ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്, കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വരുമ്പോൾ രാജ്യവും നിയമങ്ങളൊക്കെ പലതും പറഞ്ഞു വെക്കും. പക്ഷേ ദൈവം തരുന്നതാണ് എന്ന് വെച്ച് സ്വീകരിക്കുന്ന എത്രയോ നല്ല മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെ വിശ്വാസത്തിലെ പ്രതീകങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രക്തസാക്ഷികളല്ല ഉള്ളത്. രക്തം കൊണ്ട് സാക്ഷിയാകുന്നതിനേക്കാളും കൂടുതൽ കണ്ണീര് കൊണ്ടും നൊമ്പരം കൊണ്ട് സാക്ഷിയാകുന്നവരാണ് ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഈശോയ്ക്ക് സാക്ഷിയാകുന്നത് ഈ ഹൃദയ നൊമ്പരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ നൊമ്പര സാക്ഷികൾ എന്ന് വിളിക്കും. ചില ജീവിതത്തിലെ കണ്ണീർ സാക്ഷികളാണ്. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം അവർ ഈശോയുടെ വചനത്തെ മുറുകെ പിടിക്കുന്നത്. അവർക്ക് ലാഭമാകാവുന്ന പല കാര്യങ്ങളും അവർ വേണ്ടെന്ന് വെക്കും. തനിക്ക് ലാഭമായി കിട്ടാവുന്നെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരാൻ മോശ ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്ന വചനം നമ്മൾ ഓർമ്മിക്കണം. തനിക്ക് ലാഭമാകാമായിരുന്നതൊക്കെ രാജകൊട്ടാരത്തിൽ താമസിക്കാം, അവിടെ കൂടെ ഭക്ഷണം കഴിക്കാം, എല്ലാ സുഖഭോഗങ്ങളുണ്ട്. പക്ഷേ അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതുകൊണ്ടാണ് അതെല്ലാം വിട്ടറിഞ്ഞിട്ട് ഇസ്രായേലും അടികൊള്ളുന്ന, ഇസ്രായേലും പണിയെടുക്കുന്ന, അവൻ നൊമ്പരപ്പെടുന്ന പാടങ്ങളിലേക്ക് ഓടിച്ചെല്ലാൻ മോശയെ പ്രേരിപ്പിച്ചത്. അതായത് നമ്മുടെ മനസ്സിൽ ദൈവ പദ്ധതികൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. ദൈവ പദ്ധതികൾക്ക് വേണ്ടി ജീവിതത്തെ ക്രമീകരിച്ച് വെക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ ആത്മീയമായ ദൈവത്തോട് വിശ്വസ്ത പുലർത്താൻ സാധിക്കുന്നത്. ബൈബിളിലെ മനോഹരമായ വാക്ക് വിശ്വസ്തത എന്ന വാക്കാണ്. ദൈവത്തോടും ദൈവിക നിയമങ്ങളോടും വിശ്വസ്ത പുലർത്തണം. ദൈവത്തിൻ്റെ വാക്കുകളോട് വിശ്വസ്ത പുലർത്തണം. ദൈവത്തിൻ്റെ കൽപ്പനയോട് വിശ്വസ്ത പുലർത്തണം.
അല്ലാതെ ആരെങ്കിലും ഇന്നുണ്ടാക്കി പറയുന്ന കൊച്ചു കൊച്ചു കഥാപ്രസംഗങ്ങളോടല്ല ഞാൻ വിശ്വസ്ത പുലർത്തേണ്ടത്. അതായത് എന്നും ക്രിസ്ത്യാനി ഓർക്കണം, അവന് ഈ ഭൂമിയിലല്ല. ഈശോ ചോദിച്ചു, ഈ ലോകത്തിൻ്റെ ശൈലി അല്ല എനിക്കുള്ളത്. ആയിരുന്നുവെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യൂഹം സൈന്യത്തെ തന്നെ എനിക്ക് വിളിക്കത്തില്ല. ഞാൻ നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ, എൻ്റെ രാജ്യം ഐഹികമല്ല, ഇവിടുത്തെ രാജ്യമല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്, ഇവിടുത്തെ വളർച്ചയല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്, ഇവിടുത്തെ അതിർത്തികളല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ആയിരുന്നുവെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങില്ലേ? മറിച്ച് എന്താണ് ദൈവമക്കൾ ലക്ഷ്യം വെക്കുന്നത്? ദൈവമക്കൾ ലക്ഷ്യം വെക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന് വെച്ചാൽ ഭക്ഷണവും പാനീയവുമല്ല എന്നർത്ഥം. ഈ ലോകത്തിലെ നേട്ടങ്ങളും ലാഭങ്ങളും അല്ല, മറിച്ച് ആത്മാവിൽ സന്തോഷമാണെന്ന് റോമാലേഖനം 14 പൗലോസെക്കുറിച്ച് വെക്കുന്നില്ലേ? ഈശോ വ്യക്തമായി എടുത്തു പറഞ്ഞ് വീണ്ടും ഓർപ്പിച്ചില്ലേ, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുവിൻ, ദൈവം രാജാവായി നിൽക്കുന്ന അവസ്ഥ അന്വേഷിക്കുവിൻ. ഇവിടുത്തെ സ്വത്തും ലാഭങ്ങളും നേട്ടങ്ങളും അല്ല, ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന ദൈവിക പദ്ധതിയുടെ മേഖല, അതാണ് നീ ഓർക്കേണ്ടത്. ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നപ്പോൾ തന്നെ ഒരു പടി അതിനേക്കാളും മേലെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ഘട്ടത്തിലും വിശ്വാസം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുക. അത് താഴത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഘട്ടത്തിലായിരിക്കാം, ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോണിന് പോകുന്നതായിരിക്കാം, ഒരു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴായിരിക്കാം വോട്ട് നിൽക്കാം. ഓർക്കണം, ദൈവത്തിൻ്റെ നിയമമാണ് എൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. തൊട്ട് മുമ്പിൽ എന്നെ സഹായിക്കാൻ വന്ന് നിൽക്കുന്ന പാർട്ടിയുടെയോ, അല്ലെ എനിക്കൊരു ലോൺ ശരിയാക്കി തരുന്ന നേതാവിൻ്റെയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിട്ടുന്ന 10,000 രൂപയോ അല്ല എന്നെ സ്വാധീനിക്കേണ്ടത്. ഇന്നെല്ലാവരും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി വിശ്വാസം അങ്ങ് സൈഡിലേക്ക് മാറ്റി നിർത്തുക, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി. ഇവിടെ എന്നോട് ആരോ പറഞ്ഞു, വഴിയരിയിൽ ഹോട്ടൽ നടത്തുന്ന ഒരു സഹോദരനെ കുറിച്ച്, നല്ല ക്രിസ്ത്യാനിയാണ്, അവൻ വർഷത്തൊരു ധ്യാനത്തിന് പോകും, പ്രാർത്ഥിക്കും, പക്ഷേ അയാൾക്ക് ഹോട്ടല് ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ ധാരാളം യാത്ര ചെയ്ത് വഴിയില്ല. നവംബർ മാസത്തിൽ ശബരിമല സീസൺ ആരംഭിച്ചു കഴിയുമ്പോൾ അയാൾ ചെയ്തു വെക്കും, അയാളുടെ കടയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഈശോ തിരുഹൃദയത്തിൽ അയാൾ തോർത്ത് കൊണ്ടിട്ട് മറച്ചു വെക്കും. ആ പടം ഉണ്ടെങ്കിൽ അയ്യപ്പന്മാർ കടയിൽ കയറിയെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ പടം മറിച്ചു. എന്നിട്ട് ശബരിമല സീസൺ കഴിയുമ്പോൾ അയാൾ ആ പടം ഒന്നും കൂടെ തോർത്ത് തിരികെ കത്തിക്കും. 6 മാസക്കാലം അയാൾക്ക് ഭയങ്കര വിശ്വാസവും ധ്യാനവും പ്രാർത്ഥനയൊക്കെയാണ്. 6 മാസം കഴിയുമ്പോൾ പൈസ കുറഞ്ഞു പോകുമോ എന്നറിയുമ്പോൾ അയാൾ ആ പടം മാറ്റി അയ്യപ്പൻ്റെ പടം വെക്കും. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരാളെ കുറ്റപ്പെടുത്താനല്ല, കാലഘട്ടത്തിൽ പല ആൾക്കാർ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന് ശൈലിയിലേക്ക് മാറുക. അതുകൊണ്ടാണ് റോമാലേഖനം 12:2 വചനം വീണ്ടും ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് അനുരൂപരാകരുത്. യു ഷുഡ് നോട്ട് കൺഫേം യുവർ സെൽഫ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന ഈ ലോകത്തിൻ്റെ ശൈലിയൊക്കെ ഒപ്പിച്ചു പോരുത്. ആ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഭാതലവൻ്റെ വാക്കുകളുടെ എല്ലാ അർത്ഥം മനസ്സിലാകും. നമ്മൾ ദൈവിക രാജ്യങ്ങൾക്കും ദൈവിക നിയമങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ശക്തമായി സൂക്ഷിക്കാൻ നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു വരുന്ന കഥകളിലും കാവലുകളിലും നുണക്കഥകളിലും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തള്ളിക്കളയരുത്. പലരും പറഞ്ഞു വരുന്ന നിയമങ്ങളും ചട്ടവട്ടങ്ങളൊക്കെ അവരുടേതായ കുറേ തീരുമാനങ്ങൾ മാത്രം അന്തിമമായി ദൈവ പദ്ധതി ആകണമെന്നില്ല എന്നും കൂടെ നാം തിരിച്ചറിയണം. കർത്താവായ ദൈവമേ, ദൈവിക പദ്ധതികൾക്കായി സ്വയം സമർപ്പിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുടെയും അധികാരികളുടെയും നിയമങ്ങളും ചട്ടങ്ങളും ദൈവ പദ്ധതിക്ക് വിധേയമാണോ എന്ന് എന്നും ചിന്തിക്കാനുള്ള ആത്മധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവ മനസ്സിനൊത്തവണ്ണം ജീവിച്ചു പോകാൻ കൃപവർഷിക്കണമേ. ദൈവികമായ ശക്തിയും സ്നേഹവും ഞങ്ങൾക്ക് നിറച്ചു തരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.